നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദം പദ്ധതി. അപ്പോൾ വാർദ്ധക്യ സൗഹൃദം ഭവനം പദ്ധതിയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണേത്? വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി.കെ. മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? വി.കെ. മോഹനൻ കമ്മിറ്റി. മാർഗദീപം. എന്താണ് മാർഗദീപം? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേരാണ് മാർഗദീപം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? മാർഗദീപം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മനുഷ്യനിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചത് ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ്. അപ്പോൾ മനുഷ്യനിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ന്യൂറാലിങ്ക്. അരകവ്യൂഹം എന്നത് ഒരു മ്യൂസിക് ബാൻഡാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണിത് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിന്റെ പേരെന്താണ്? അരകവ്യൂഹം. നിലവിലുള്ള 75 നിന്ന് എത്ര പുതിയ റാംസാർ സൈറ്റുകളാണ് ഇന്ത്യ ചേർത്തത്? 5. അപ്പോൾ 75 റാംസാർ സൈറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് 5 റാംസാർ സൈറ്റും കൂടി ഇന്ത്യ ചേർത്തു. അപ്പോൾ ആകെ എത്ര റാംസാർ സൈറ്റുകളുണ്ട്? 80 റാംസാർ സൈറ്റുകളുണ്ട്. പശ്ചിമഘട്ടത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പല്ലി ഏത് കുടുംബത്തിന് കീഴിലാണ് വരുന്നത്? അഗാമിഡേ കുടുംബം. അപ്പോൾ അഗാമിഡേ കുടുംബത്തിലാണ് ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പല്ലി ഏത് കുടുംബത്തിലാണ്? അഗാമിഡേ കുടുംബത്തിലാണ്. അപ്പോൾ ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്താണ്? അതൊരു ചെറിയ പല്ലിയാണ്. ഇത് ഏത് കുടുംബത്തിന് കീഴിലാണ് വരുന്നത്? അഗാമിഡേ കുടുംബത്തിലാണ്. എവിടെയാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിലാണ് ഈ ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ പല്ലിയെ കണ്ടെത്തിയത്. ഇന്ത്യൻ നാവികസേന 2024 നാവിക സിവിലിയൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യൻ നാവികസേന 2024 ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? നാവിക സിവിലിയൻസ് വർഷമായിട്ട് ഇന്ത്യൻ നാവികസേന 2024 പ്രഖ്യാപിച്ചു. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഡേവിസ് കപ്പ് 2024 ഏത് രാജ്യത്താണ് നടന്നത്? പാകിസ്ഥാനിലാണ്. അപ്പോൾ ഡേവിസ് കപ്പ് 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? പാകിസ്ഥാൻ. ഇത്ര നമുക്കൊന്നുകൂടി നോക്കാം. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി എന്താണ്? വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. വി.കെ. മോഹനൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണേത്? വി.കെ. മോഹനൻ കമ്മിറ്റി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഏതാണ്? മാർഗദീപം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ
ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മനുഷ്യനിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ന്യൂറാലിങ്ക്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരകവ്യൂഹം. നിലവിലുള്ള 75 നിന്ന് എത്ര പുതിയ റാംസാർ സൈറ്റുകളാണ് ഇന്ത്യ കൂട്ടിച്ചേർത്തത്? 5. ഇപ്പോൾ ആകെ ഇന്ത്യയിൽ എത്ര റാംസാർ സൈറ്റുകളാണുള്ളത്? 80. എന്താണ് ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്നത്? അതൊരു ചെറിയ പല്ലിയാണ്. ഏത് കുടുംബത്തിന് കീഴിലാണ് വരുന്നത്? അഗാമിഡെ കുടുംബമാണ്. ഈ ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ പല്ലിനത്തെ കണ്ടെത്തിയത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ്. ഇന്ത്യൻ നാവികസേന 2024 ഏത് വർഷമായി പ്രഖ്യാപിച്ചു? നാവിക സിവിലിയൻസ് വർഷം. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഡേവിസ് കപ്പ് 2024 ഏത് രാജ്യമാണ് 2024 ഫെബ്രുവരി 3-4 തീയതികളിൽ ആതിഥേയത്വം വഹിച്ചത്? പാകിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ എത്ര സമയമാണ് എടുത്തത്? 56 മിനിറ്റ്. അപ്പോൾ 2024 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് എത്ര സമയമെടുത്താണ്? 56 മിനിറ്റ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് INS ഷൽക്കി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ്? INS ഷൽക്കി. 2024-25 ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ്? പ്രതിരോധ മന്ത്രാലയമാണ്. അപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിനാണ് 2024-25 ബജറ്റിലെ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല. ഏത് മന്ത്രാലയമാണ് PM വിശ്വകർമ്മ യോജന ആരംഭിച്ചത്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയമാണ് PM വിശ്വകർമ്മ യോജന ആരംഭിച്ചത്. 2024 ഫെബ്രുവരി 19 കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? ഗുവാഹത്തിയിലാണ്. അപ്പോൾ ഗുവാഹത്തിയിലാണ് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ 2024 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്. 2024 ഫെബ്രുവരി 20 ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? ഒഡീഷയിലെ സംബൽപൂറിലാണ്. സംബൽപൂർ, ഒഡീഷ. 2024 ഫെബ്രുവരി 20 ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? സംബൽപൂർ, ഒഡീഷ. മിസോറാമും അരുണാചൽ പ്രദേശും സംസ്ഥാന രൂപീകരണ ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 20 അപ്പോൾ ഫെബ്രുവരി 20 മിസോറാമും അരുണാചൽ പ്രദേശും സംസ്ഥാന രൂപീകരണ ദിനം ആചരിക്കുന്നു. ഇറാനിലെ ടെഹ്റാനിൽ 2024 നടന്ന ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ അവസാനം ഇന്ത്യ എത്ര സ്വർണമാണ് നേടിയത്? 3 സ്വർണം. ഇറാനിലെ ടെഹ്റാനിൽ 2024 നടന്ന ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ അവസാനം ഇന്ത്യ എത്ര സ്വർണം നേടി? 3 സ്വർണം. ഇന്ത്യയുടെ മുൻനിര സമ്മേളനമായ റെയ്സിന ഡയലോഗിന്റെ 9ാം പതിപ്പ് ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ജിയോ പൊളിറ്റിക്സും ജിയോ ഇക്കണോമിക്സും. ഇന്ത്യയുടെ മുൻനിര സമ്മേളനമായ റെയ്സിന ഡയലോഗിന്റെ 9ാം പതിപ്പ് ഏത് മേഖലയ്ക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ജിയോ പൊളിറ്റിക്സും ജിയോ ഇക്കണോമിക്സും. നമുക്ക് ഇത്രയും നോക്കാം. 2024 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ എത്ര സമയമാണ് എടുത്തത്? 56 മിനിറ്റ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ്? INS ഷൽക്കി. 2024-25 ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ്? പ്രതിരോധ മന്ത്രാലയം. ഏത് മന്ത്രാലയമാണ് PM വിശ്വകർമ്മ യോജന ആരംഭിച്ചത്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം. 2024 ഫെബ്രുവരി 19 കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുവാഹത്തി.
2024 ഫെബ്രുവരി 20 ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? സംബൽപൂർ, ഒഡീഷ. മിസോറാമും അരുണാചൽ പ്രദേശും സംസ്ഥാന രൂപീകരണ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 20-നാണ്. ഇറാനിലെ ടെഹ്റാനിൽ 2024 നടന്ന ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ അവസാനം ഇന്ത്യ എത്ര സ്വർണമാണ് നേടിയത്? 3 സ്വർണം. ഇന്ത്യയുടെ മുൻനിര സമ്മേളനമായ റെയ്സിന ഡയലോഗിന്റെ 9ാം പതിപ്പ് ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ജിയോ പൊളിറ്റിക്സും ജിയോ ഇക്കണോമിക്സും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 2. അപ്പോൾ ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനം. പഴയ തിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് ഫ്രാൻസ് ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ ബഹുമതി ആർക്കാണ് ലഭിച്ചത്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി. പഴയ തിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് ഫ്രാൻസ് ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹയായത് ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി. 2024 ഫെബ്രുവരി 3 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ വെസൽ വലിയ കപ്പലിന്റെ പേരെന്താണ്? INS സന്ധ്യക്. അപ്പോൾ INS സന്ധ്യക് എന്താണ്? ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ വെസൽ വലിയ കപ്പലിന്റെ പേരാണ് INS സന്ധ്യക്. 2024 ഫെബ്രുവരി ആദ്യവാരം ഏത് രാജ്യത്താണ് ഇന്ത്യ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? ഫ്രാൻസിലാണ്. 2024 ഫെബ്രുവരിയിൽ ആദ്യവാരം ഏത് രാജ്യത്താണ് ഇന്ത്യ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? ഫ്രാൻസ്. 2024 ഫെബ്രുവരി 17 ഏത് സ്ഥലത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് വായുശക്തി അഭ്യാസം നടത്തിയത്? ജയ്സാൽമീറിലാണ്. അപ്പോൾ 2024 ഫെബ്രുവരി 17 ജയ്സാൽമീറിൽ ഇന്ത്യൻ എയർഫോഴ്സ് വായുശക്തി അഭ്യാസം നടത്തി. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത്? അഭിനവ് ബിന്ദ്ര. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്തത് ആരെയാണ്? അഭിനവ് ബിന്ദ്ര. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. സ്നേഹഹസ്തം പദ്ധതി എന്താണ്? സ്നേഹഹസ്തം പദ്ധതി സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണേത്? സ്നേഹഹസ്തം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ്? ഫെബ്രുവരി 1 എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? നവി മുംബൈ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? നവി മുംബൈ. ഏത് വകുപ്പാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രധാന ആക്സിലറേറ്റർ പ്രോഗ്രാമായ സ്റ്റാർട്ടപ്പ് ശാല ആരംഭിച്ചത്? വ്യവസായവും ആഭ്യന്തര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വകുപ്പ്. വ്യവസായവും ആഭ്യന്തര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വകുപ്പാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രധാന ആക്സിലറേറ്റർ പ്രോഗ്രാമായ സ്റ്റാർട്ടപ്പ് ശാല ആരംഭിച്ചത്. ഓപ്പറേഷൻ ബ്ലാക്ക് ഗോൾഡ് എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ഗോൾഡ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ഗോൾഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ കള്ളക്കടത്ത്. നമുക്ക് ഇത്രയും നോക്കാം. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 2. തിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് ഫ്രാൻസ് ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ ബഹുമതി ആർക്കാണ് ലഭിച്ചത്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി. 2024 ഫെബ്രുവരി 3 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ വെസൽ വലിയ കപ്പലിന്റെ പേരെന്താണ്? INS സന്ധ്യക്.
2024 ഫെബ്രുവരി ആദ്യവാരം ഏത് രാജ്യത്താണ് ഇന്ത്യ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? ഫ്രാൻസ്. 2024 ഫെബ്രുവരി 17 ഏത് സ്ഥലത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് വായുശക്തി അഭ്യാസം നടത്തുന്നത്? ജയ്സാൽമീർ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത്? അഭിനവ് ബിന്ദ്ര. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം പദ്ധതി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി 1. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെയാണ്? നവി മുംബൈ. ഏത് വകുപ്പാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രധാന ആക്സിലറേറ്റർ പ്രോഗ്രാമായ സ്റ്റാർട്ടപ്പ് ശാല ആരംഭിച്ചത്? വ്യവസായവും ആഭ്യന്തര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വകുപ്പ്. ഓപ്പറേഷൻ ബ്ലാക്ക് ഗോൾഡ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വർണ്ണ കള്ളക്കടത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം ഏത് മന്ത്രാലയമാണ് രൂപീകരിച്ചത്? വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം വനിതാ ശിശു വികസന മന്ത്രാലയം. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം രൂപീകരിച്ചത്. അതെന്താണ് വൺ സ്റ്റോപ്പ് സെന്റർ സ്കീമിന്റെ ലക്ഷ്യം നോക്കാം. അക്രമം നേരിടുന്ന സ്ത്രീകൾക്ക് സമഗ്രമായ പിന്തുണ നൽകാനും മെഡിക്കൽ, നിയമ, മാനസിക കൗൺസിലിംഗ് സേവനങ്ങളിലേക്ക് ഉടനടി പ്രവേശനം നൽകാനുമാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ടാർഗറ്റ് ഗ്രൂപ്പിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും വിവേചനമില്ലാതെ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ 100% ധനസഹായത്തോടെ നിർഭയ ഫണ്ടിൽ നിന്നാണ് ധനസഹായം. അപ്പോൾ എന്താണ് വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്രമം നേരിടുന്ന സ്ത്രീകൾക്ക് സമഗ്രമായ പിന്തുണ നൽകുക, മെഡിക്കൽ, നിയമ, മാനസിക കൗൺസിലിംഗ് സേവനങ്ങളിലേക്ക് ഉടനടി പ്രവേശനം നൽകാനും ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നു. ഇതിൽ 18 വയസ്സിൽ താഴെയുള്ള ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും വിവേചനമില്ലാതെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം ഏത് മന്ത്രാലയമാണ് രൂപീകരിച്ചത്? വനിതാ ശിശു വികസന മന്ത്രാലയം. അടുത്തിടെ വാർത്തകളിൽ കണ്ട അൽദാബ്ര റെയിൽ എന്താണ്? അൽദാബ്ര റെയിൽ ഇത് പറക്കാനാവാത്ത പക്ഷിയാണ്. അപ്പോൾ അൽദാബ്ര റെയിൽ എന്താണ്? ഒരു പറക്കാനാവാത്ത പക്ഷിയാണ്. ഡ്രയോലിംനാസ് കുവിയേരി അൽഡ്രാബ്രസ് എന്നറിയപ്പെടുന്ന പറക്കമുറ്റാത്ത ആൽഡബ്ര റെയില് വർഷങ്ങൾക്ക് മുമ്പേ വംശനാശം സംഭവിച്ചതായി കരുതിയിരുന്നു. അപ്പോൾ ഡ്രയോലിംനാസ് കുവിയേരി ആൽഡബ്രാനസ് എന്നറിയപ്പെട്ട പറക്കാനാവാത്ത പക്ഷിയാണിത് ആൽഡബ്ര റെയില്. ഇത് വംശനാശം സംഭവിച്ചതായി കരുതിയിരുന്നു. പക്ഷേ പരിണാമത്തിലൂടെ ഇത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആഫ്രിക്കയുടെ തെക്കിഴക്കൻ തീരത്തുള്ള ഒരു പവിഴപ്പുറ്റിലാണ് ഇത് താമസിക്കുന്നത്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരേയൊരു പറക്കാനാവാത്ത പക്ഷിയാണ്. ഏത്? അൽദാബ്ര റെയിൽ. ഇത് 2 തവണ പരിണമിച്ചു. ഈ പറക്കാനാവാത്ത പക്ഷി ആൽഡബ്ര റെയിൽ എന്ന് പറയുന്ന പറക്കാനാവാത്ത പക്ഷി 2 തവണ പരിണമിച്ചു. 2 തവണ പരിണാമം സംഭവിച്ചു. അങ്ങനെയാണ് ഈ പറക്കാനുള്ള കഴിവിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അൽദാബ്ര റെയിൽ പറക്കാനാവാത്ത പക്ഷിയാണ്. ഇത് വംശനാശം സംഭവിച്ചതായി കരുതപ്പെട്ടു. പക്ഷെ ഇത് പരിണാമത്തിലൂടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഒരു പക്ഷിയാണ്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരേയൊരു പറക്കാനാവാത്ത പക്ഷിയാണ്. ഇത് പരിണാമം സംഭവിച്ചപ്പോഴാണ് പറക്കാനുള്ള കഴിവിന് നഷ്ടപ്പെട്ടത്. ആഫ്രിക്കയുടെ തെക്കുകിഴക്കൻ തീരത്തുള്ള ഒരു പവിഴപ്പുറ്റിൽ താമസിക്കുന്ന പറക്കാനാവാത്ത പക്ഷിയാണ് ആൽദബ്ര റെയില്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാർലിപാലി താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഡാർലിപാലി താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. പുരുഷന്മാരുടെ ദേശീയ അന്തർക്കുള്ള T20 ക്രിക്കറ്റിൽ നാഗേഷ് ട്രോഫി നേടിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പോൾ പുരുഷന്മാരുടെ ദേശീയ അന്തർക്കുള്ള T20 ക്രിക്കറ്റിൽ നാഗേഷ് ട്രോഫി നേടിയ സംസ്ഥാനം ഏതാണ്? കർണാടക. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ആരാണ്? ഋതു ബഹ്രി. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ആരാണ്? ഋതു ബഹ്രി. ആദി മഹോത്സവം ഏത് സഹകരണ സ്ഥാപനമാണ് സംഘടിപ്പിച്ചത്?
ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ആദി മഹോത്സവം സംഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ വാർഷിക ദേശീയ ഗോത്രോത്സവമായ ആദി മഹോത്സവ് 2024 ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. അവിടെ വെച്ചാണ് വാർഷിക ദേശീയ ഗോത്രോത്സവമായ ആദി മഹോത്സവ് 2024 ഇന്ത്യൻ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആദി മഹോത്സവം എന്ന് പറയുന്നത് ഒരു ഗോത്രോത്സവമാണ്. ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ട്രൈഫഡ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഇന്ത്യയുടെ ഗോത്രപാരമ്പര്യം, കഴിവുകൾ, കരകൗശല നൈപുണ്യങ്ങൾ, സാംസ്കാരിക വൈവിധ്യം എന്നിവയെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. 300 സ്റ്റാളുകളുള്ള ഈ ഫെസ്റ്റിവലിൽ ആദിവാസി കലകൾ, കരകൗശല വസ്തുക്കൾ, പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ, പാചക രീതികൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്പര ബന്ധം വളർത്തുകയും ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. അപ്പോൾ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ആദി മഹോത്സവം എന്ന് പറയുന്ന ഒരു ഗോത്രോത്സവമാണ്. വാർഷിക ദേശീയ ഗോത്രോത്സവമാണിത്. ആദി മഹോത്സവ് 2024 ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആദി മഹോത്സവം ഏത് സഹകരണ സ്ഥാപനമാണ് സംഘടിപ്പിച്ചത്? ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ആദി മഹോത്സവം സംഘടിപ്പിച്ചത്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂർ, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായിരുന്ന MS സ്വാമിനാഥൻ. ഇത്രയും പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആർക്കൊക്കെയാണ്? ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി ഠാക്കൂർ, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ഇത്രയും പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. അപ്പോൾ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? LK അദ്വാനിയാണ്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ. അപ്പോൾ 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥനാണ്. 50ാമത് ഭാരതരത്ന ലഭിച്ച വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവരാണ് കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. ഈ 4 പേർക്കും ഭാരതരത്ന പുരസ്കാരം 2024 ലഭിച്ചത് മരണാനന്തരമായിട്ടാണ് ലഭിച്ചത്. ഇത്രയും നമുക്ക് നോക്കാം. എന്താണ് വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം? അക്രമം നേരിടുന്ന സ്ത്രീകൾക്ക് സമഗ്രമായ പിന്തുണ നൽകാനും മെഡിക്കൽ, നിയമ, മാനസിക കൗൺസിലിംഗ് സേവനങ്ങളിലേക്ക് ഉടനടി പ്രവേശനം നൽകാനും ആയിട്ട് ലക്ഷ്യമിട്ടൊരു പദ്ധതിയാണ് എന്ത്? വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ സ്ത്രീകളെയും വിവേചനമില്ലാതെ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് അൽദാബ്ര റെയില്? അൽദാബ്ര റെയില് പറക്കാനാവാത്തൊരു പക്ഷിയാണ്. ഇത് ട്രയോലിംനാസ് കുവിയരി ആൽഡബ്രാനസ് എന്നറിയപ്പെടുന്ന പക്ഷിയാണിത്. ഇത് വംശനാശം സംഭവിച്ചതായി കരുതിയിരുന്നുവെങ്കിലും പക്ഷെ അത് വീണ്ടും പരിണാമത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടു. 2 പരിണാമം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് പറ്റിയത്? അതിന് പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാർലിപ്പാലെ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. പുരുഷന്മാരുടെ ദേശീയ അന്തർക്കുള്ള T20 ക്രിക്കറ്റിൽ നാഗേഷ് ട്രോഫി നേടിയ സംസ്ഥാനം ഏതാണ്? കർണാടക. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഋതു ബെഹ്റി. ആദി മഹോത്സവം എന്താണ്? ഒരു വാർഷിക ദേശീയ ഗോത്രോത്സവമാണ് ആദി മഹോത്സവം. ഇത് 2024 നടന്നവിടെയാണ് മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിലാണ്. ഇത് മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദി മഹോത്സവം ഏത് സഹകരണ സ്ഥാപനമാണ് സംഘടിപ്പിച്ചത്? ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് എന്നിവർക്കാണ്
എം എസ് സ്വാമിനാഥൻ ഉൾപ്പെടുന്നുണ്ട്. ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? എം എസ് സ്വാമിനാഥനാണ്. അദ്ദേഹം ഒരു പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നു. ഭാരതരത്ന ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണ്? എൽ കെ അദ്വാനിയാണ്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? എം എസ് സ്വാമിനാഥനാണ്. അപ്പോൾ 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, പി വി നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, എം എസ് സ്വാമിനാഥൻ എന്നിവരാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 2024 വജ്രജൂബിലി 75 വർഷം വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ 75 വർഷം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിതമായത് എന്നാണ്? 1950 സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ. കോഴിക്കോട് മാനാഞ്ചിറയാണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരി. അപ്പോൾ കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരിയിലാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. ആരാണ്? ഒലെഗ് കൊനോനെൻകോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനോനെൻകോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിൽ നിന്ന് ആകെ 878 ദിവസവും 12 മണിക്കൂറിലേറെയും ഒലെഗ് കൊനോനെൻകോ ചെലവഴിച്ചു. റഷ്യയുടെ ഗെന്നഡി പടാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. അപ്പോൾ ഒലെഗ് കൊനോനെൻകോ ഏത് രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്? റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനോനെൻകോ. ആരുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്? റഷ്യയുടെ ഗെന്നഡി പടാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്. എത്ര ദിവസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹം ചിലവഴിച്ചത്? 5 യാത്രകളിലായിട്ട് ആകെ 878 ദിവസവും 12 മണിക്കൂറിലേറെയുമാണ് ഒലെഗ് കൊനോനെൻകോ ബഹിരാകാശത്ത് ചിലവഴിച്ചത്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. അപ്പോൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 3 രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. അപ്പോൾ പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? കേരളം. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആര്? പ്രേമ ധൻരാജ്. അപ്പോൾ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരെയാണ്? പ്രേമ ധൻരാജാണ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ. അപ്പോൾ പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടന ഏതാണ്? അഗ്നിരക്ഷയാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1999. അപ്പോൾ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരാണ്? പ്രേമ ധൻരാജാണ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടന ഏതാണ്? അഗ്നിരക്ഷയാണ്. എന്നാണ് സ്ഥാപിതമായത്? 1999. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ.
അപ്പോൾ അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെയർ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയായിരുന്നു? രാജസ്ഥാനിലെ പൊക്രാൻ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെയർ. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരാണ്? പ്രേമ ധൻരാജ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടന ഏതാണ്? അഗ്നിരക്ഷയാണ്. എന്നാണ് രൂപീകരിച്ചത്? 1999. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA-യും മെക്സിക്കോയുമാണ്. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരിയിലാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ബഹിരാകാശ സഞ്ചാരി ഏത് രാജ്യക്കാരനാണ്? റഷ്യയാണ്. ആരാണ് അദ്ദേഹം? ഒലെഗ് കൊനോനെൻകോ. എത്ര ദിവസമാണ് അവിടെ ചിലവഴിച്ചത്? 5 യാത്രകളിലായി ആകെ 878 ദിവസവും 12 മണിക്കൂറും ആണ് ഒലെഗ് കൊനോനെൻകോ ബഹിരാകാശത്ത് ചിലവഴിച്ചത്. ആരുടെ റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്? റഷ്യയുടെ തന്നെ ഗെന്നഡി പഡാൽക്കയുടെ പേരുള്ള റെക്കോർഡാണ് ആര് തകർത്തത്? ഒലെഗ് കൊനോനെൻകോ. 2024 വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. സുപ്രീം കോടതി സ്ഥാപിതമായതെന്ന് 1950. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏത്? മാനാഞ്ചിറ, കോഴിക്കോട്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആർക്കാണ്? MS സ്വാമിനാഥന്. ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. പക്ഷെ എന്നാൽ 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂറും LK അദ്വാനിയും, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഹരിതവിപ്ലവത്തിന്റെ പിതാവ്. അദ്ദേഹം ഒരു പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ കൂടി ആണ്. എന്താണ് ആദി മഹോത്സവം സംഘടിപ്പിക്കുന്നത്? ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. എവിടെയായിരുന്നു ആദി മഹോത്സവം സംഘടിപ്പിച്ചത്? ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിലാണ്. ആദി മഹോത്സവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാർഷിക ദേശീയ ഗോത്രോത്സവമാണ് എന്ത്? ആദി മഹോത്സവ്. ഡാർലിപാലി താപവൈദ്യുത നിലയം എവിടെയാണ്? ഒഡീഷയിലാണ്. T20 അന്തർക്കുള്ള T20 ദേശീയ T20 ക്രിക്കറ്റിൽ നാഗേഷ് ട്രോഫി നേടിയത് സംസ്ഥാനം ഏതാണ്? കർണാടക. പുരുഷന്മാരുടെ ദേശീയ അന്തർക്കുള്ള T20 ക്രിക്കറ്റിൽ നാഗേഷ് ട്രോഫി നേടിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് റിതു ബഹരി. ഡാർലിപാലി താപവൈദ്യുത നിലയം എവിടെയാണ്? ഒഡീഷ. എന്താണ് ആൽദാബ്ര റെയില്? അതൊരു പറക്കാനാവാത്ത പക്ഷിയാണ്. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം ഏത് മന്ത്രാലയമാണ്? വനിതാ ശിശു വികസന മന്ത്രാലയമാണ് രൂപീകരിച്ചത്. നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഗോൾഡ്? അത് സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? തന്റെ പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ് സ്നേഹഹസ്തം? സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ്? ഫെബ്രുവരി 1. ഫെബ്രുവരി 2 എന്താണ്? തണ്ണീർത്തട ദിനമാണ്. 2024 ഫെബ്രുവരി 17 ഏത് സ്ഥലത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് വായുശക്തി അഭ്യാസം നടത്തിയത്? ജയ്സാൽമീറിലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത്? അഭിനവ് ബിന്ദ്രയാണ്. 2024 ഫെബ്രുവരിയിൽ ആദ്യവാരം ഏത് രാജ്യത്താണ് ഇന്ത്യ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? ഫ്രാൻസിലാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. തിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് ഫ്രാൻസ് ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഫായ്ക്കാണ്. ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ വെസൽ വലിയ കപ്പലിന്റെ പേരെന്താണ്? INS സന്ധ്യകം. മിസോറാമും അരുണാചൽ പ്രദേശും സംസ്ഥാന രൂപീകരണ ദിനം ആചരിക്കുന്ന ഏത് ദിവസമാണ്? ഫെബ്രുവരി 20-നാണ്. ഇറാനിലെ ടെഹ്റാനിൽ 2024 നടന്ന ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ അവസാനം ഇന്ത്യ എത്ര സ്വർണമാണ് നേടിയത്? 3 സ്വർണമാണ്. ഇന്ത്യയുടെ മുൻനിര സമ്മേളനമായ റെയ്സിന ഡയലോഗിന്റെ 9ാം പതിപ്പ് ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ജിയോ പൊളിറ്റിക്സും ജിയോ ഇക്കണോമിക്സും.
2024 ഫെബ്രുവരി 19 കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ ഉദ്ഘാടനം ചെയ്ത ഏത് സ്ഥലത്താണ്? സംബൽപൂർ, ഒഡീഷ. 56 മിനിറ്റ് ആണ് 2024 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് നിർമ്മല സീതാരാമൻ എടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ്? INS ഷൽക്കി. 2024-25 ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ് ബജറ്റില്? പ്രതിരോധ മന്ത്രാലയം. ഇപ്പോൾ ആകെ എത്ര റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്? 80 ആണ്. പുതുതായിട്ട് എത്ര റംസാർ സൈറ്റുകൾ കൂടിയാണ് കൂട്ടിച്ചേർത്തത്? 5. നേരത്തെ എത്രയുണ്ടായിരുന്നത്? 75 ആണ്. എന്താണ് ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്നത്? ഒരു ചെറിയനും പല്ലിയാണ്. ഇത് ഏത് കുടുംബത്തിന് കീഴിലാണ് വരുന്നത്? അഗാമിഡേ കുടുംബത്തിലാണ്. എവിടെയാണ് ഈ ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയനും പല്ലിയെ കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിലാണ്. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. 2024 ഏത് രാജ്യമാണ് ഡേവിസ് കപ്പ് ആതിഥേയത്വം വഹിച്ചത്? പാകിസ്ഥാനിലാണ്. ഇന്ത്യൻ നാവികസേന 2024 ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? നാവിക സിവിലിയൻസ് വർഷമായിട്ട് പ്രഖ്യാപിച്ചു. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മനുഷ്യനിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ന്യൂറാലിങ്ക്. എന്താണ് അരകവ്യൂഹം? കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് എന്ത്? അരകവ്യൂഹം. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ VK മോഹൻ കമ്മിറ്റിയാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? മാർഗദീപം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.